നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നിപ്പോൾ നമ്മളുടെ ട്രേഡ് കാലത്ത് തന്നെ നമ്മൾ എടുത്തായിരുന്നു. അത് ഇന്നിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ ട്രേഡ് ബുക്കാണ്. നമ്മൾ രാവിലെ തന്നെ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. 9/16 1326 രൂപ 45 പൈസയ്ക്ക് നമ്മൾ 18 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തു. 18 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ചിലവായേക്കുന്ന 4800 രൂപയോളം ഏകദേശം ചിലവായി. അപ്പോൾ 9/16 നമ്മൾ സെല്ല് ചെയ്തു. അതിനുശേഷം 12:48 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിരുന്നത് 1333 രൂപ 40 പൈസ. ഈ പ്രൈസിന് 12:48 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതായത് നമ്മൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഈ ട്രേഡിലുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ലോജിക്ക് ഇതായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ് ഇവിടെയായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 2% താഴത്താണ് മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ലൈനാണ്, ഇതൊരു റെസിസ്റ്റൻസ് ലൈനാണ്. നമ്മൾ ഈ ഗ്യാപ്പ് വരുന്ന ദിവസങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഗ്യാപ്പ് വെച്ച ഗ്യാപ്പിന് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തുന്ന കണ്ടിട്ടുണ്ട്. ഒരു 72% മുകളിൽ സമയവും മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തുന്നു എന്നാണ് അതിൻ്റെ ഏകദേശം ഒരു കണക്കുകൾ പറയുന്നത്. അങ്ങനെ മാർക്കറ്റ് ഇവിടെ വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് റിജക്റ്റ് ആകുന്ന കണ്ടപ്പോൾ നമ്മൾ തിരിച്ച് മാർക്കറ്റ് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. ആ സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസ് അവിടെ വർക്ക് ചെയ്യുന്നു എന്ന ധാരണയിൽ നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സെല്ല് ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റിലായിരുന്നു. നമ്മളതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് ലോസ് എടുത്തില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഈ റെസിസ്റ്റൻസ് ആക്റ്റീവ് ആകുമോ എന്ന് നോക്കി. അപ്പോൾ നമ്മൾ തോന്നിയതുപോലെ ഇത് റെസിസ്റ്റൻസ് ആക്റ്റീവ് ആകുന്നു എന്ന് തോന്നൽ തന്നുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് എൻട്രി ഇട്ടു. പക്ഷേ ഇവിടുന്ന് ഹ്യൂജ് ബൈയിങ് ആയിരുന്നു നടന്നിരുന്നത്. ഇവിടെ ഈ വോളിയം ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഇന്നലെ ക്ലോസ് ചെയ്ത വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 6K വോളിയം കാണിക്കുന്നിടത്ത് ഇന്ന് കാലത്തെ വന്നിട്ട് 402K വോളിയം ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂജ് ബൈയിങ് നടന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് പിന്നെ ആ ഡയറക്ഷൻ തന്നെ പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 12:48 ഈ ഒരു ക്യാൻഡിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയേക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോഴും മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലോസിലാണ്. ഇതുവരെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞു 40% ട്രേഡ് വിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എത്ര ശതമാനം ലോസിലാണ് നിൽക്കുന്നതെന്ന് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മളുടെ തുടങ്ങിയ ദിവസം മുതൽ ഇതുവരെ ഉള്ളൊരു കണക്കാണിത്. ഇന്നിപ്പോൾ 21-ാം തീയതി HCL ടെക്കിൽ നമ്മൾ എൻട്രി എടുത്തു. ഷോർട്ടാണ് ചെയ്തത്. 126 രൂപ 90 പൈസ നമുക്ക് ലോസാണ് ഇന്ന് ഹിറ്റ് ചെയ്തത്. ഇതുവരെ നമ്മൾ ടോട്ടൽ 8 ദിവസമാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അതിൽ ലോസ് സംഭവിച്ച ദിവസങ്ങളുടെ എണ്ണം 4, പ്രോഫിറ്റ് സംഭവിച്ച ദിവസങ്ങളുടെ എണ്ണം 4. അതായത് 50-50 നമുക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 40% വന്നാൽ മതി. നമ്മുടെ വിൻ റേഷ്യോ 40% വന്നാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് ലോസാണ് കാണിക്കുന്നത്. അത് കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമുക്ക് സംഭവിച്ച ഒരു അബദ്ധം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അന്ന് ക്വാണ്ടിറ്റി കൂടുതൽ വന്നിട്ട് 982 നമ്മുടെ ലോസ്. അതുകൊണ്ടിട്ടാണ് ഇത് സംഭവിച്ചത്. ഇത് കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ മാസമോ ഇല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ തുടക്കത്തോടു കൂടി നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രമാത്രം നോക്കിയാൽ മതി. വിൻ റേഷ്യോ 50-50. നമ്മൾ എടുത്ത മൊത്തം ട്രേഡുകളുടെ പകുതി ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്തപ്പോഴൊക്കെ നമ്മൾ 1:4, 1:3, 1:3, 1:3 ആ റേഷ്യോയിലാണ് വിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നഷ്ടം വന്നപ്പോഴൊക്കെ നമുക്ക് 0.5% വീതമാണ് നഷ്ടം വന്നിട്ടുള്ളത്. ഓക്കെ, പ്രോഫിറ്റ് കിട്ടിയപ്പോൾ 2% മുതൽ 1.5 വരെയാണ് നമുക്ക് പ്രോഫിറ്റ് വന്നേക്കുന്നത്. സോ ഇതൊരു പ്രശ്നമല്ല. നമ്മൾ നോക്കേണ്ടത് നിരന്തരമായ ഒരു 100 ട്രേഡ് മുന്നിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് നെറ്റ് കിട്ടുന്നു. അങ്ങനെയാണ് ട്രേഡിങ്ങിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കും. അത് സംഭവിച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ചാർട്ടിൽ നമ്മളുടെ ലോജിക്ക് നോക്കിയിട്ട് അതിന് വലിയ കണ്ടമാനം പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്ന് നമ്മൾ ചിന്തിച്ച ലോജിക്ക് തെറ്റിപ്പോയി, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് 50-50 കിട്ടണ്ട, 40-60 വിൻ റേഷ്യോ കിട്ടിയാൽ മതി നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് 100 ട്രേഡ് എടുക്കുമ്പോൾ നെറ്റ് എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.